ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അമാസൺസ് വേൾഡ്. ഇന്നൊരു അല്ലസ ട്രിപ്പ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാനിത് അൽബഹ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഇത് അല്ലസ പോയ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ ഇട്ടപ്പം കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ദമാമിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഉക്കെയർ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റോമൻ തിയേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് ജസ്റ്റ് ആ റോമൻ തിയേറ്ററിൻ്റെ ഒരു മാതൃക ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ച ഒരു ബിൽഡിങ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ സീ വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഉക്കെയർ ഫോർട്ട് വരുന്നത്. അവിടെ നമ്മൾ ഒരു 2 years ബാക്ക് പോയത് കൊണ്ട് ഇന്നിപ്പോൾ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ അതുകൂടി കാണാം. ഞങ്ങളെ കൂടെ വേറൊരു 3 ഫാമിലീസ് കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മക്കളും കൂടെ അങ്ങോട്ടേക്ക് കയറാൻ പോകുമ്പം അവിടെ പിടിച്ച് നിർത്തിയൊരു ഫോട്ടോ എടുത്തു. ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഒരു ദിവസം പോയിട്ടുള്ള 4 പ്ലേസാണ് കാണിക്കുന്നത്. ഒരു സൂക്കിൽ പോയിട്ടുണ്ട്, പക്ഷേ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല സൂക്ക്. പക്ഷേ ഞാൻ ആ ഒരു 5 പ്ലേസിൻ്റെയും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ് ആവാത്ത പ്രൊജക്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഇത് കുറേ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ ഇനിയും പകുതിക്ക് നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ബ്രിഡ്ജസ്, അതിൻ്റെ അടിയിലെ വെള്ളം പോകാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം ഭാവിയിൽ അങ്ങനെയൊക്കെ വരുമായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് അല്ലസയിലെ ഒരു നെൽവയലിലേക്കാണ്. ഇവിടെ അല്ലസയിൽ ഒരുപാട് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ നെല്ലിൻ്റെ സീസൺ കഴിഞ്ഞിട്ടാണുള്ളത്. ഏകദേശം കൊയ്ത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, വയലൊക്കെ കാലിയായി കിടക്കുമായിരുന്നു. ഇതിവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫാം ഹൗസാണ്. പിന്നെ അതുപോലെ കുറച്ച് മാനുണ്ട്, ഇവരിവിടെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു.
ഒരുപാട് ഏക്കർ കണക്കിന് വയൽ ഉണ്ട് ഇവിടെ. ശരിക്കും നിങ്ങൾ കുറേ ഭാഗങ്ങൾ ഞങ്ങളിങ്ങനെ കുറേ നടന്നു. അപ്പം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ബാക്കി വന്ന ലാസ്റ്റ് ഘട്ടം തോന്നുന്നത് നെല്ല് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ജോലിക്കാർ. ഈ ഒരു നെല്ല് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എന്താ പറയുക, കുത്തിയിട്ട് സെയിൽ ചെയ്യുന്ന ഇവർ തന്നെ സ്റ്റോറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ 16 റിയാലാണ് ഈ അരിക്ക് വില. ഈ ഏരിയയിൽ തന്നെ വേറെ കൃഷികളുണ്ട്, തക്കാളി, വെണ്ടക്ക, ഇതൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ അവരെ സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ഈ നെല്ല് കുത്തിയ അരി കുറച്ച് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് ഇബ്രാഹിം പാലസിലേക്കായിരുന്നു. ഇബ്രാഹിം പാലസ് 4 മണി മുതൽ 8 മണി വരെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ. ബാക്കി സമയം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി ആവാനായിട്ടുണ്ടാകും ഞങ്ങളിവിടെ എത്തുമ്പോൾ. ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു സൂക്കുണ്ട്, കൈസറ സൂക്ക്. ഞങ്ങളിവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, അത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വലിയൊരു സൂക്കാണത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് അബായ ആ ഒരു ഏരിയ ഒക്കെയാണ് നോക്കിയത്. അബായൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, റേറ്റ് കുറവുണ്ട്. അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് മഷ്കർ പാർക്കിലേക്കാണ്. ഇത് ഒരു പുതിയ പാർക്കാണ് ഇവിടെ അല്ലസയിൽ. നല്ലൊരു അടിപൊളി പാർക്കാണിത്. കുറേ ഏരിയ ഉണ്ട് ഇവിടെ. 10 റിയാൽ എൻട്രി ഫീ ഉണ്ട് പെർ പേഴ്സൺ. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം സെയിം ഫീ ആണ്. 4 വയസ്സ് 5 വയസ്സ് വരെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. ബാക്കി അത് മുതലുള്ള എല്ലാവർക്കും 10 റിയാൽ.
ഇതിൻ്റെ ഉള്ളിൽ കുറേ കോഫി ഷോപ്പ്, സ്റ്റാള്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹോഴ്സ് റൈഡ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണിത്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കമ്മിങ് സൂൺ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ഈ സ്റ്റാളിൽ തന്നെ ഇങ്ങനെ കുറേ സമയം കറങ്ങി നടന്നു. അത്യാവശ്യം വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെ ആയിട്ട് എന്തൊക്കെയോ വാങ്ങി. പിന്നെ ഞങ്ങളെ നാട്ടിലെ പോലെ തെങ്ങിൻ്റെ കൂമ്പ് പോലെ ഈന്തപ്പനയുടെ കൂമ്പ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് ജസ്റ്റ് ഞങ്ങളൊന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് നോക്കി. പക്ഷേ നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. രണ്ട് മൂന്ന് ലൊക്കേഷൻ കൂടി ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ഏകദേശം ടൈം കഴിയാനായി. ഇപ്പോൾ രാത്രി 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം. പക്ഷേ ഇത്രയും ഒരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തത് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല, സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.